തൃശൂർ കടവല്ലൂർ പഞ്ചായത്തിലെ കരിക്കാട് ആരോഗ്യ ഉപകേന്ദ്രം നിരവധി ആളുകൾക്ക് സഹായമാകുന്ന ആ ഉപകേന്ദ്രം പക്ഷേ പ്രവർത്തിച്ചിരുന്നത് ഒരു മുറിയുള്ള ഒരു കെട്ടിടത്തിലാണ്. പക്ഷേ അവിടെ നിന്നും ഒരു മാറ്റം ഇവിടുത്തെ ആളുകൾ ആഗ്രഹിച്ചു. അങ്ങനെ അവർ അത് യാഥാർത്ഥ്യമാക്കി. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. കണ്ടില്ലേ, ഒരു നാടിൻ്റെ ആകെ സ്വപ്നം അത് എല്ലാവരും കൂടി ഒത്തുചേർന്നപ്പോൾ അത് യാഥാർത്ഥ്യമായി. 1300-ലധികം സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ആരോഗ്യ കേന്ദ്രം, ജനകീയ ആരോഗ്യ കേന്ദ്രം കരിക്കാട് അങ്ങനെ യാഥാർത്ഥ്യമായി. കഴിഞ്ഞ ദിവസം അത് എല്ലാവരും കൂടി ചേർന്ന് നാടിന് സമർപ്പിക്കുകയും ചെയ്തു. കുന്നംകുളം കരിക്കാടും സമീപ പ്രദേശങ്ങളിലുള്ളവർക്കും ജീവിതശൈലി രോഗങ്ങൾക്കടക്കം ചികിത്സയ്ക്കും മരുന്നിനും തിപ്പലശ്ശേരിയിലെ കുടുംബാരോഗ്യ കേന്ദ്രമാണ് ആശ്രയം. അവിടേക്കാകട്ടെ യാത്രാ സൗകര്യം നന്നേ കുറവാണ്. ബസ് കയറി പോകണമെങ്കിൽ ചുരുങ്ങിയത് 2 ബസ്സെങ്കിലും കയറണം. ഓട്ടോറിക്ഷ ചാർജും സഹിക്കാൻ കഴിയാവുന്നതിലപ്പുറമാണ്. അതിനൊരു പരിഹാരം കാണാനുള്ള നാട്ടുകാരുടെ ചിന്തയാണ് ഈ ആരോഗ്യ കേന്ദ്രം യാഥാർത്ഥ്യമായതിന് പിന്നിൽ. അതിനായി ഒരു കൂട്ടം ആളുകൾ മുന്നിട്ടിറങ്ങി. പഞ്ചായത്തിന്റെ കാട് കയറിക്കിടന്ന സ്ഥലത്താണ് പുതിയ ആരോഗ്യ കേന്ദ്രം പണിതത്. ജനകീയ ആരോഗ്യ കേന്ദ്രത്തിനോടനുബന്ധിച്ച് നഴ്സിംഗ് ക്വാർട്ടേഴ്സ്, സെമിനാർ ഹാൾ, ലൈബ്രറി എന്നിവയും ഒരുക്കി. എല്ലാം ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം കൊണ്ട്. ഇതിന് തൊട്ടപ്പുറത്ത് ഈ ക്ഷീരവികസന വകുപ്പിൻ്റെ ഒരു ഓഫീസുണ്ട്. അത് തട്ടിക വെച്ച് മറിച്ചാണ് ഈ ഉപകേന്ദ്രം ഇവിടെ നേരത്തെ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അത് ഇവിടുത്തെ വരുന്ന ആളുകൾക്ക് ഒട്ടും സൗകര്യപ്രദമല്ലായിരുന്നു. അവർക്ക് അവിടെ മരുന്ന് വെക്കാനും അവർക്കൊന്ന് ഇരിക്കാൻ പോലുള്ള സൗകര്യം ഇല്ലായിരുന്നു. അപ്പോഴാണ് ഈ കടവല്ലൂർ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥലം ഇവിടേക്ക് നമുക്കിത് എങ്ങനെ ഇവിടെ നടപ്പാക്കാം എന്നുള്ളൊരു ചിന്ത വന്നത് അങ്ങനെയാണ്. 1500-2000 ആൾക്കാരോളം താമസിക്കുന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണാൻ പോകണമെങ്കിൽ 4-4.5 കിലോമീറ്ററോളം പോകുന്നത് തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വലിയൊരു ഉപകാരമാണ്. എല്ലാവരും ഒത്തുചേർന്ന് പണം സമാഹരിക്കാൻ ആരംഭിച്ചു. നാടിന്റെ ആവശ്യത്തിനെല്ലാം മറന്നുള്ള സഹായം. കേവലം 20 ദിവസം കൊണ്ട് ആവശ്യത്തിന് പണം സമാഹരിച്ച് സംഭാവന നിർത്തിവെച്ചു. ഇങ്ങനെ കമ്മിറ്റി രൂപീകരിച്ച് ആദ്യം ഞങ്ങൾ സമീപിച്ചത് ഈ ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്തയാണ്. അവിടെ അദ്ദേഹത്തെ കണ്ട് ഞങ്ങൾ ഇത്തരം ഒരു ആശയം പങ്കുവെക്കുകയാണ്. കുന്നംകുളത്ത് ചെന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, 1 ലക്ഷം രൂപയുടെ ചെക്ക് ആ വിശുദ്ധമായ ആ പള്ളിക്ക് അകത്ത് വെച്ച് അദ്ദേഹം എഴുതി തന്നു. എന്നിട്ട് പറഞ്ഞു, ഫണ്ടില്ലാതെ ഇതിൻ്റെ പ്രവർത്തനം നിൽക്കരുത്. പിന്നീട് സമീപിക്കുന്ന ആളുകളൊക്കെ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഫണ്ടില്ലാതെ, പണമില്ലാതെ ഇതിൻ്റെ പ്രവൃത്തി നിൽക്കരുത്. അങ്ങനെ ഓരോ ആളുകളും ചെറുതും വലുതുമായ 3 ലക്ഷം രൂപ മുതൽ 50 രൂപ വരെയുള്ള കളക്ഷൻ ഇതിനകത്ത് കിട്ടി. നാഷണൽ ഹെൽത്ത് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇനിയും ഒട്ടേറെ വികസനങ്ങൾ ഇവിടെ വരേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ച ആരോഗ്യവകുപ്പിന് കെട്ടിടം കൈമാറി. മാതൃകാപരമായ ഒരു ആരോഗ്യ കേന്ദ്രമാക്കി ഇതിനെ മാറ്റണമെന്നാണ് ഇവിടത്തുകാരുടെ ആവശ്യം. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.